अरे रोहित भाई कैसे हो? രോഹിത് ഭായ്, നിങ്ങളോട് എനിക്കൊരു വിഷമം പറയാനുണ്ട്. ടെസ്റ്റിൽ നിങ്ങളില്ലാത്തതിൻ്റെ വിഷമം ഞങ്ങൾക്ക് പ്ലെയേഴ്സിന് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഉള്ളതിൻ്റെ വില ഇല്ലാത്തപ്പോഴാണ് മനസ്സിലാവുക എന്ന് പഴമക്കാർ പറഞ്ഞതൊന്നും വെറുതെ അല്ല. നിങ്ങൾ റിട്ടയർ ചെയ്യണ്ടായിരുന്നു രോഹിത് ഭായ്. നിങ്ങളെ ഒന്ന് കണ്ടാൽ തന്നെ ഞങ്ങൾക്കൊക്കെ ശക്തിയായിരുന്നു. ഇപ്പം നിങ്ങളില്ലാത്തതിൻ്റെ വാല്യൂ നന്നായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് രോഹിത് ഭായ്. തിരിച്ചു വരൂ രോഹിത് ഭായ്. എടാ മോനെ, ഇനി വിഷമിക്കില്ലടാ. വിഷമിക്കല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക രോഹിത് ഭായ്? ഞങ്ങൾക്ക് നല്ലൊരു ചാമ്പ്യൻസ് ട്രോഫിയും T20 വേൾഡ് കപ്പൊക്കെ വാങ്ങി തന്നിട്ട് നിങ്ങൾ റിട്ടയർ ചെയ്ത് പോയി കളഞ്ഞല്ലോ രോഹിത് ഭായ്. ഞങ്ങളിതെങ്ങനെ താങ്ങും? മോനെ, നീ കരയില്ലടാ. ഞാൻ ഇനിയും വരുമല്ലോ. ഇനി നമുക്ക് ഓഗസ്റ്റ് 14 കാണാടാ. രോഹിത് ഭായ്, നിങ്ങളെ ഇനി ഒന്ന് കാണാൻ ഞാൻ തിടുക്കപ്പെട്ടിരിക്കുക. ബംഗ്ലാദേശുമായിട്ടുള്ള ഒടി മാച്ചിൽ നമുക്ക് ഒന്നുകൂടാ ആ ഒരു കപ്പ് നേടണം. അതിൽ എനിക്ക് നിങ്ങളോടൊപ്പം ഒന്നുകൂടെ ആഘോഷിക്കണം രോഹിത് ഭായ്. നിങ്ങളൊന്നുകൂടെ ക്യാപ്റ്റനായിട്ട് ഓടിയിൽ കാണാൻ പറ്റുമല്ലോ. പിന്നെ രോഹിത് ഭായ്, ഒരു കാര്യം കൂടെ ഉണ്ട് മെയിനായിട്ടുള്ള. ഇനി എന്താടാ? രോഹിത് ഭായ്, അത് പറയാം. 2027 ഇനി OD വേൾഡ് കപ്പ് വരുന്നത്. അപ്പോൾ നമ്മളെ ഓസ്ട്രേലിയ തോൽപ്പിച്ചില്ലേ 2023 OD വേൾഡ് കപ്പിൽ. അതിന് നമുക്ക് തിരിച്ചടി നൽകണ്ടേ? നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചടി നൽകും. പക്ഷേ നിങ്ങൾ തന്നെ ആയിരിക്കണം രോഹിത് ഭായ് അപ്പോഴും ക്യാപ്റ്റൻ. നിങ്ങൾ തീർച്ചയായിട്ടും 2027 വേൾഡ് കപ്പ് കളിക്കണം. എനിക്ക് വാക്ക് തരാം രോഹിത് ഭായ്. നിങ്ങൾ കളിക്കുന്നു പറയും രോഹിത് ഭായ്. അതൊന്ന് കേട്ടാൽ ഈ കൊച്ചു മനസ്സിന് സന്തോഷമാവും. എടാ മോനെ, അത് നമുക്ക് തീരുമാനിക്കാമല്ലോടാ. രോഹിത് ഭായ്, പക്ഷേ നിങ്ങളൊരു നല്ല തീരുമാനം തന്നെ എടുക്കണം. നല്ല തീരുമാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു തീരുമാനം. മറക്കരുത് കേട്ടോ. എടാ മോനെ, അത് ഞാൻ മറക്കൂലടാ. അത് കേട്ടാൽ മതി രോഹിത് ഭായ്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. എന്നാൽ ശരി. എന്നാ ഓക്കേടാ.